നമസ്കാരം. പെറുവിലെ വരണ്ട മരുഭൂമിയിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വരയ്ക്കപ്പെട്ട ഭീമാകാരമായ ഒരു ചിത്രമാണ് നെക്സ ലൈനുകൾ. കിലോമീറ്ററോളം നീളമുള്ള ഈ ചിത്രത്തിൽ പക്ഷികൾ, കുരങ്ങുകൾ, ചിലന്തികൾ, വിചിത്രമായ മനുഷ്യരൂപങ്ങൾ എന്നിവ കൃത്യമായ അളവുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ നിഗൂഢത എന്തെന്നാൽ ഈ ചിത്രങ്ങൾ പൂർണ്ണരൂപത്തിൽ കാണണമെങ്കിൽ ഭൂമിയിൽ നിന്ന് കുറഞ്ഞത് 1500 അടി ഉയരത്തിൽ വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ പറക്കണമെന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വിമാനമോ മറ്റ് പറക്കുന്ന യന്ത്രങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് മുകളിൽ നിന്ന് നോക്കാതെ എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെ ഈ കൂറ്റൻ ചിത്രങ്ങൾ വരച്ചത്? ഇത് അന്യഗ്രഹ ജീവികൾക്ക് ഭൂമിയിൽ ഇറങ്ങാനുള്ള ഒരു പ്രത്യേക റൺവേ ആണെന്ന് പല പ്രമുഖ ഗവേഷകരും വിശ്വസിക്കുന്നു. ഈ വരകൾ വരച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കറുത്ത കല്ലുകൾ നീക്കം ചെയ്ത് താഴെയുള്ള വെളുത്ത മണ്ണ് പുറത്തു കൊണ്ടുവന്നാണ്. മഴയില്ലാത്ത, കാറ്റില്ലാത്ത ഈ പ്രദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ചിത്രങ്ങൾ ഒരു കേടുപാടും കൂടാതെ നിലനിൽക്കുന്നു. എറിക് വോൺ ഡാനിക്കൻ തൻ്റെ ചാരിയറ്റ്സ് ഓഫ് ദി ഗോഡ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് ഭൂതകാലമായ കാലത്ത് ഭൂമിയിലെത്തിയ അന്യഗ്രഹ ജീവികളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാണ് നസ്ക ജനത ഈ ചിത്രങ്ങൾ ഒരുക്കിയത് എന്നാണ്. ഇതിലെ ചില ചിത്രങ്ങളിൽ ആസ്ട്രോനോട്ട് എന്ന് വിളിക്കുന്ന മനുഷ്യരൂപം ആധുനിക ബഹിരാകാശ സഞ്ചാരിയുടെ വസ്ത്രധാരണവുമായി വിചിത്രമായ സാമ്യം പുലർത്തുന്നുമുണ്ട്. ശാസ്ത്രീയമായ മറ്റൊരു വശം പരിശോധിച്ചാൽ നെക്സ ലൈനുകൾ ഒരു വിപുലമായ ജ്യോതിശാസ്ത്ര കലണ്ടറാണെന്ന് ചിലർ വാദിക്കുന്നു. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം നിർണ്ണയിക്കാൻ ഈ വരകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്നാൽ ഇത്ര വലിയ തോതിൽ ഒരു കലണ്ടർ നിർമ്മിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നതിന് വ്യക്തമായ മറുപടിയുമില്ല. മറ്റു ചിലർ പറയുന്നത് ഭൂമിക്കടിയിലെ ജലസ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ഭൂപടങ്ങളായിരുന്നു ഈ വരകൾ എന്നാണ്. എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും നസ്ക ലൈനുകളിലെ വിചിത്രമായ രൂപങ്ങളെ വിശദീകരിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് അക്കാലത്ത് നിലവിലില്ലാത്ത ജാമിതീയ രൂപങ്ങളും കൃത്യമായ കോണുകളും എങ്ങനെ അവർ പകർത്തി എന്നത് ഇന്നും ഒരു സമസ്യയാണ്. ആധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ പുതിയ പഠനങ്ങൾ നമ്മൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങൾ അവിടെയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ ചിത്രങ്ങൾ പലതും മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ നിയമങ്ങളെക്കുറിച്ചോ ഉള്ള രഹസ്യ കോഡുകളാണോ എന്ന് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നു. നസ്ക ജനത തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആകാശത്തേക്ക് നോക്കി വരച്ചതാണെങ്കിൽ അവർ ആരാധിച്ച ആ ദൈവങ്ങൾ യഥാർത്ഥത്തിൽ ആകാശത്ത് നിന്നും വന്നവരാണോ? ആധുനിക മനുഷ്യനേക്കാൾ സാങ്കേതികമായി അവർ അന്ന് വളർന്നിരുന്നു. നസ്ക ലൈനുകൾ ഇന്നും ഒരു വലിയ ചോദ്യചിഹ്നമായി മരുഭൂമിയിൽ അവശേഷിക്കുന്നു. ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചാലും നമ്മുടെ പൂർവികർക്ക് ലഭിച്ചിരുന്ന അറിവിൻ്റെ സ്രോതസ് എന്തായിരുന്നുവെന്ന് കണ്ടെത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രപഞ്ചത്തിലെ അദൃശ്യ ശക്തികളുമായി മനുഷ്യൻ ആശയവിനിമയം നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഈ നിഗൂഢ വരകൾ. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല, മറിച്ച് ഓരോ പുതിയ കണ്ടെത്തലിലും അത് കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങുകയാണ്. നസ്ക ലൈനുകൾ ഒരുപക്ഷെ അന്യഗ്രഹങ്ങളിൽ നിന്നും ഇന്നും നമ്മളെ നിരീക്ഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ സിഗ്നൽ ആയിരിക്കാം. വെബ് ഡെസ്ക് തത്വമൈ TV.